നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂള്. 14/2/2026 വൈകിട്ട് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം വീണ്ടും കുറയുകയാണ്. ഇനി ഒരു ഗ്രാമിൻ്റെ മുകളിൽ 95 രൂപ, ഒരു പവൻ്റെ മുകളിൽ 765 രൂപയാണ് കുറഞ്ഞത്. 22 ക്യാരറ്റ് 14,635, ഒരു പവന് 1,17,080. അതുപോലെ 24 ക്യാരറ്റ് 15,966, ഒരു പവന് 1,27,728. അതുപോലെ 18 ക്യാരറ്റ് 11,974, ഒരു പവൻ 95,792. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം സ്വർണ്ണവില ഇടിഞ്ഞത് 10,000 രൂപ താഴെ. ഇന്നും വൻ വിലക്കുറവാണ് നടന്നത്. ക്രൂഡ് ഓയിൽ വിലയും അമേരിക്കൻ ഡോളറും കയറാൻ തുടങ്ങിയതാണ് മഞ്ഞലോഹം എന്നറിയപ്പെടുന്ന സ്വർണ്ണത്തിന് തിരിച്ചടിയായത്. കേരളത്തിൽ വിവാഹ സീസൺ അടുത്തിരിക്കെ വില കുറയുന്നത് വളരെയേറെ ആശ്വാസമാണ് സാധാരണക്കാർക്ക്. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബറിൽ കോട്ടയം മാർക്കറ്റ് വില RSS 4 കിലോ 216, RSS 5 കിലോ 211, ISNA 20 188, ലാറ്റക്സ് 60% DRC 146 രൂപ 90 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം മാർക്കറ്റ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 216, RSS 5 കിലോ 211. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 138, 60% DRC ഒട്ടുപാൽ കിലോ 103 രൂപ 50 പൈസ. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 206, RSS 5 കിലോ 203. ഇന്നത്തെ മാർക്കറ്റ് വിലയിൽ RSS 4ഉം 5ഉം 50 പൈസയാണ് കൂടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കുന്നത് വളരെയേറെ ഉചിതമായ തീരുമാനമല്ല എന്നാണ് ബാബു പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MP-മാർ മത്സരിക്കുന്നത് നിലവിൽ ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് ബാബു MLA അഭിപ്രായപ്പെട്ടു. മുൻ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ബാബു ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നില്ല, സ്വയം ഒഴിഞ്ഞതാണ്. തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര് വന്നാലും വളരെയേറെ സ്വാഗതം ചെയ്യുന്നു. താൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് ദീപക് ജോയിയോടെയാണ് തനിക്ക് കൂടുതൽ താല്പര്യമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. MP-മാർ മത്സരിച്ച് ജയിച്ചാൽ ആ MP സ്ഥാനം രാജിവെച്ച് വീണ്ടും അവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ വൻ ചെലവുകളാണ് വേണ്ടിവരുന്നത്. ഇത് പ്രവർത്തകർക്കും വളരെ നിരാശയാവും. ഇത് പാർട്ടിയിലായാലും MP-മാർ മത്സരിക്കുന്നത് വളരെ ഉചിതമായ തീരുമാനമല്ല. കൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.